ഇതേ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു. വീട്ടിലെത്തി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ സമയം എന്ന് വെച്ചാൽ 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കിട്ടും. അപ്പോൾ സമയം 3 മണിയായി. ഇപ്പോഴാണ് കുളിച്ചത്. സത്യം പറച്ചാൽ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ക്ഷീണം എൻ്റെ മുഖത്ത് കാണാം. ഉറക്കൊഴിഞ്ഞതിൻ്റെയും ഓടിയതിൻ്റെയും ഒക്കെ ക്ഷീണമാണ്. അപ്പോൾ ഇനി തലയൊക്കെ കറങ്ങുന്ന പോലത്തെ ഒരു ഫീല്. അപ്പം ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിച്ചൊരു 2 ട്രിപ്പ് കയറ്റാം. നമ്മളാ ഡോറ് തുറന്നിട്ട് ചൂടെടുക്കുന്നത് ഒരു 2 ട്രിപ്പെങ്കിലും മിനിമം കയറ്റാം. അതുകൊണ്ട് വയ്യ, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പം ജസ്റ്റ് എൻ്റെ ഒരു സുഹൃത്ത് മെസ്സേജ് ചെയ്തു. ആരാന്ന് എനിക്കറിയില്ല. ആരോ യൂട്യൂബിൻ്റെ അകത്തിട്ടിട്ടുണ്ടോലും അരുണ് ഹൗസ് വാമിങ് കൂടിയിട്ടില്ല. കൂടണ്ട, അല്ലാണ്ട് ഇപ്പം എന്താക്കണം. നമുക്കിപ്പോൾ കൂടാത്ത ഒരാളെ പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ കൂടി എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഫോളോവേഴ്സിനല്ലേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനറിയാം അരുണ് കൂടിയോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ഇന്നലെ തൊട്ടിട്ട് എനിക്കൊരു വീഡിയോവും പോസ്റ്റ് ചെയ്യാനാവുന്നില്ല. ഞാൻ 400 സംതിങ് കയറ്റി 3 GB ഡാറ്റയൊക്കെ കയറ്റിയിട്ടാണ് പോയത്. പക്ഷേ മലയോര മേഖല ആയതുകൊണ്ട് റേഞ്ചിൻ്റെ വളരെ ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ വൈഫൈ ഉണ്ട്. നമുക്ക് കൊലയിൽ കുത്തിയിരുന്നാൽ മതി. ആ വൈഫൈ വലിച്ച് കട്ടെടുക്കാം, മോഷ്ടിക്കാം. അപ്പോൾ ഞാനും മോനും ജസ്റ്റ് എൻ്റെ ചാനലിലൊന്ന് കയറി വയ്ക്കാനും അറിയാം. ഞാനും മോനും രാവിലെ ഒരു വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഒരു വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്യൂല, അത്രമേൽ തിരക്കാണ്. അപ്പോൾ കൂട്ടുകാരി സിനി വന്നു. അപ്പോൾ സിനി പറഞ്ഞു ജെസ്സിയെ വേഗം വീഡിയോ എടുക്കാൻ, എനിക്കിപ്പോൾ പോകണം. എല്ലാം കൂടി നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം. എടുത്തോന്ന് വെച്ചാൽ ഫേസ് ഉണ്ട്, സംസാരിക്കാനൊന്നും കൂടി പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അരുണിൻ്റെ ഒരു 2 വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, സിനു മുഖം മറച്ച് നാണക്കാരനെന്ന് വിചാരിക്കണ്ട. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. കുറേ കാര്യങ്ങൾ പറയാനാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും. കുറേ ചോദ്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞൊക്കെ ഉള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ സിനുവിന് ഇന്നലെ ഞാൻ അവിടുന്ന് പോരാനിരിക്കുന്ന സമയത്ത് സിനുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് നിപ്പു. ഇനി നിപ്പുവിനെ വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്തത് നിപ്പുവിൻ്റെ വീഡിയോ ഇറങ്ങിയെന്ന് പറയില്ലേ. അപ്പം എന്നോട് പറഞ്ഞു ജെസിത്ത സിനു എയർലാൽ ജെസിത്ത എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. എന്നോടൊരു കമ്പനിക്കാരനെ വിളിച്ചിട്ട് നിപ്പു സിനുവിൻ്റെ വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഈ വീഡിയോ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക നെഗറ്റീവ് ഒരു ഇതാണല്ലോ ഈ വീഡിയോ ഇറങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത്. ഇവൻ്റെ കോളേജിൽ മൊത്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ സിനുവിൻ്റെ കഴുത്തിൽ ഒരു കുട്ടി, സ്ത്രീയൊന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടി തോളിൽ കൈയിട്ടിട്ട് ഒരു ഫോട്ടോയും ഉണ്ട്. ആ കുട്ടിയുടെ ഒരു വീഡിയോയും ഉണ്ട്. ഇത് പൊന്നാര മക്കളെ, ഞാൻ കുട്ടിയൊന്നുമില്ല, ഞാൻ തള്ളച്ചിയാണ്. 33 വയസ്സായി. അപ്പോൾ ഈ സിനു എന്ന് പറയുന്നത് എൻ്റെ മകനാണ്, എൻ്റെ സിസ്റ്ററുടെ മകനാണ്. അപ്പോൾ അവൻ്റെ ചിറ്റയാണ് ഞാൻ എന്നുള്ളതൊന്നും കോളേജിൽ അറിയില്ല. ഞാൻ ജസ്ന സലീമാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് കോളേജിൽ അറിയില്ല. ഞാൻ പറഞ്ഞ സിനു, ഞാൻ എൻ്റെ കോളേജിലൊന്ന് വരുന്നുണ്ട്, പ്രശ്നം നമുക്കൊന്ന് സോൾവ് ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഈ മുഖം മറിച്ച് നടക്കുന്നത് ആളെ പറ്റി കേട്ടോ പറയുന്നത്. അവൻ്റെ ഒരു വീഡിയോ, ഒരു നേലിൻ്റെ വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ അരുണ് ഹൗസ് വാമിങ്ങിന് കൂടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ സിനുവിൻ്റെ വീഡിയോ ഇട്ടില്ലല്ലോ. അടുത്ത ചിന്ത പോയത് എങ്ങോട്ടാണെന്നറിയോ ഗൈസ്? സോഫിയ മജീദ്. ഞാൻ എൻ്റെ അമ്മശ്കിയുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയോ ഒരു വീഡിയോയോ ഇന്നലത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അത്രമേൽ സ്പെഷ്യൽ ഡേ ആയിട്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയോ ഒരു വീഡിയോയോ എനിക്കിന്ന് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നേരവും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളൊക്കെ വീഡിയോ എടുത്ത്, ഞാനും ആരോടും വീഡിയോ എടുത്തത് റോഡും പോയിട്ടാ. കാരണം നമ്മൾ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരുന്ന ആൾ ചിന്തിക്കുക അവളും മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ നോക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. ആ റോഡും വന്ന് വീഡിയോ എടുത്തതിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം. അത്രമേൽ ഞങ്ങൾക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഇനിയിപ്പോൾ ഉമ്മ വീട്ടിൽ കൂടലിന് കൂടിയില്ല, വാപ്പിന ഒരു നെഗല് കിട്ടിയേക്ക്, ഷാനൂനൊരു നെഗല് കിട്ടിയേക്ക്. അപ്പോൾ
അമ്മ ഇനി വീട്ടിൽ കൂടലിന് കൂടിയില്ല എന്ന് പറയരുത് ഗേൾസ് പ്ലീസ്. എനിക്കൊരു വീഡിയോ ഞാൻ വിചാരിക്കും ഒരു ഫോട്ടോ പോലെ എടുത്ത് വെച്ചില്ലാലോ. 1-ാം തീയതി നമ്മൾ വീട്ടിൽ കൂടി, വീട്ടുകാരതായിരുന്നു എടുത്തില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ എന്ന് പറയുന്നത് കുറച്ച് ഓർത്തഡോക്സ് ഫാമിലീസാണ്. എൻ്റെ ഉമ്മ കുടുംബമൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ കുടുംബത്തിൽ ഒരു മനുഷ്യൻ പോലും വന്നിട്ടില്ല. പക്ഷെ വാപ്പ കുടുംബത്തിൽ വരാത്തതായിട്ട് ഒരു മനുഷ്യനുമില്ല. അപ്പോൾ ജാമിൻ്റെ ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല. ആരോ ഒന്ന് പറയുന്നു എന്താ മുല്യാര ബൈക്ക് വന്ന്. എൻ്റെ പൊന്നാര മക്കളെ മുല്യാരും എല്ലാവരും ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ സുബഹ് നിസ്കരിച്ചിട്ട് നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ ഒക്കെ വന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മുല്യാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആ ചുറ്റുപാടിലുള്ള ആൾക്കാർ, ഓൾമോസ്റ്റ് എൻ്റെ വാപ്പയുടെ കുടുംബക്കാർ, വാപ്പയുടെ കമ്പനിക്കാർ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇടാനൊഴിവില്ല. ഞാൻ ആകെ ഇട്ടത് സിനിൻ്റേതാണ്. പിന്നെ തലേന്ന് വന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുടേതിട്ടു, അരുണിട്ട്, ഷാനിട്ടു. വാപ്പിൻ്റേതൊരു നെഗല് എൻ്റെ വാപ്പേ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത്രേ എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ചോദിക്കുന്ന പലരും ആരൊക്കെ സെലിബ്രിറ്റീസ് വന്നു, ആരൊക്കെ വന്നു, എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത്. അപ്പോൾ ഞാനതിനൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ആര് വന്നു എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് തൽക്കാലം പറയാൻ താല്പര്യമില്ല. ഞാൻ വിളിച്ചു, അവർ വന്നു. ഞാൻ വിളിച്ചത് എൻ്റെ സന്തോഷം, അവർ വന്നത് അവരുടെ സന്തോഷം. അതിൽ ഒരുപാട് BJP നേതാക്കന്മാരും അങ്ങനെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കുറച്ച് ഉന്നതങ്ങളിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട്. പക്ഷേ ഇവരുടേതൊന്നും ഞാൻ വീഡിയോയും എടുത്തിട്ടില്ല, പോസ്റ്റും ചെയ്തിട്ടില്ല. കാരണം ഇനിയും മറ്റുള്ളവല ഞാൻ പറഞ്ഞല്ല സിനുവിനെ പറ്റി പറഞ്ഞത് ഗുണം എന്നെ ഉപദ്രവിക്കൂ. ഉമ്മാൻ്റെ ഒരു ഇതിൽ നമ്മളൊരു കേസ് കൊടുത്തത് അതേപോലെ എന്നെ ഉപദ്രവിച്ചാൽ മതി. ഉമ്മാനെയും വാപ്പാനെയും അങ്ങ് വിട്ടേക്ക്, അല്ലേ മറ്റുള്ളവരെ അങ്ങ് വിട്ടേക്ക്. ഞാനത് ആരുമായിട്ടുള്ള ഒരു വീഡിയോസ് പിന്നെ എന്ന് വെച്ചാൽ ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കുമ്പോൾ മറ്റൊരാൾ കുടുങ്ങി അത് അവർക്കൊരു മാനസികമായിട്ടൊരു ഇഷ്യൂസ് വരും. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അതവർ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരുടേത് കൊടുക്കാനും പറയാനൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെയാണ്. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ പറയാനുള്ളത്. പിന്നെ എന്തായിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചത്? പിന്നെ ഞാൻ അരുണിനെ പോയി വിളിച്ചിട്ട് അരുണിൻ്റെ വീട്ടിലുണ്ട് കൂർക്കം വലിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതിനെന്താ ഞാൻ കൂടിയില്ലേ, ഇപ്പം എന്താ വീട്ടിൽ കൂടലേ കഴിഞ്ഞില്ലെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കഴിഞ്ഞു. പെട്ടിയും പൊട്ടിച്ച് എണ്ണയും ചെയ്ത് ഗിഫ്റ്റും പൊട്ടിച്ച് പിന്നെ ഇപ്പം എന്ത് പറയാനാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞു എനിക്കിവിടുന്ന് പൊങ്ങാൻ പറ്റുന്നില്ലടേ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. താത്തനെ ഞാൻ വിളിച്ച് താത്തനോട് പറഞ്ഞു എനിക്കിവിടുന്ന് പൊങ്ങാൻ പറ്റുന്നില്ലടേ, എനിക്ക് കൂടെ നടക്കാൻ പറ്റുന്നില്ലടേ. അപ്പോൾ ഏതൊരാൾ മറ്റേ വീഡിയോ ഇട്ടതാണാലും വന്നവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല നാവാക്കി വന്നവരല്ല വീട്ടിലുള്ളവരെല്ലാം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് നിനക്കിടാം. ഇത് ചിലപ്പം ദൈവത്തിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ വല്ലാത്തൊരു കഷ്ടം. ഞാൻ വീഡിയോസിൻ്റെ പറയാൻ വിട്ടുപോയി. ഞാനും സഞ്ജുവും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വീഡിയോസ് പറയാം. ഇനി ഞാൻ വീഡിയോ എടുക്കൂല. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ. അന്ന് എനിക്കിനും വീഡിയോ കൊടുക്കാൻ കൂടില്ല എന്ന് പറഞ്ഞത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ട് അമ്മ വിളിക്കുമ്പോൾ അതേക്കോടും അങ്ങോട്ടോടും. ഈ കൊലായിൽ കുത്തിരുന്നാൽ മാത്രമേ എനിക്ക് ഈ റേഞ്ച് കിട്ടുള്ളൂ. അത് അപ്ലോഡായില്ല. അപ്പോൾ രാത്രിയാണ് ഞാൻ ഈ അപ്ലോഡ് ആവതും സീന് പറഞ്ഞു 15% ഫോണിൽ ചാർജുള്ളൂ. നമ്മളിത് മറ്റേ മുന്തിയ ആൾക്കാരുടെ ഫോണാണ്. കുറച്ച് പൊങ്ങച്ച് പറഞ്ഞു നിൽക്കുക. അപ്പോൾ ഫോണിൽ പിന്നെ ചാർജിലിടാനും ബാഗിലാണ് ചാർജറല്ലോ. എന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ആവാത്തത് നോക്കി. പിന്നെ ഇന്ന് രാവിലല്ല ഉച്ചക്കെങ്ങാണ്ട ഞാൻ എപ്പോഴോ ഒന്ന് ബോധം വന്നപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ കുറച്ചുകൂടി കിടന്നുറങ്ങി എഴുന്നേറ്റ് ചായ കുളിച്ച് മുളമ്പൊക്കെ ഇത്തിരി വെള്ളം എടുത്തിട്ടാവുന്നില്ല. ഭയങ്കര ടയർഡാണ് ഞാൻ. പറ്റുന്നില്ല മക്കളെ. 8 മാസത്തെ ഒരു ക്ഷീണം എൻ്റെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതാ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിച്ച ട്രിപ്പ് മസ്റ്റായിട്ട് ഇടണം, അല്ലെ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇന്നലെ എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും പരിപാടി എന്നറിയാം. ഓരോ സമയം ഓടി വരുമ്പോൾ എന്നോട് വരും ഉമ്മ ഇത്തിരി ഉപ്പിട്ട് നാരങ്ങ അടിക്കും. എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മ എന്നാണ്.
എനിക്ക് തലയൊക്കെ കറങ്ങടോ ഉറങ്ങാഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ എനിമികളോട് പറയാം, ജസ്നയുടെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞ് തമ്മിലിട്ടിട്ട് തന്നെ ഞങ്ങൾ കൊടുത്തോളി, അത്രമേൽ വയ്യാണ്ടായിക്ക്. അപ്പോൾ ഈ മുണ്ണകളുടെ വേറൊന്നിലേക്ക് ഈ മുണ്ണകളുടെ വീഡിയോസ് കണ്ടിട്ട് വിശ്വസിച്ച ആൾക്കാരോട് പറയാനുള്ളത്, ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിലൊന്ന് കയറുക. ഞാൻ FBയിലൊന്നും വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വെച്ചായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ടോക്ക് വന്നപ്പോൾ, ഇനിയിപ്പോൾ അരുണ് കൂടിയിട്ടില്ല, എനിക്കില്ലാത്ത ബസ് എന്തിനാ പോയാ നിങ്ങൾക്ക്? എൻ്റെ പൊന്നാര മക്കളെ, എനിക്ക് സത്യം പറയാം, അരുണിപ്പോൾ ഇവിടെ ഉണ്ടേ ഞാൻ വിചാരിക്കും അവനെപ്പോൾ കയറ്റി പറയുകയാണെന്ന്. അരുണു സീനു ഇന്ന് ക്ലാസ്സിൽ പോയതാണ്. അരുണ് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ കമ്പനിക്കാരൻ ഇന്നലെ ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഉറക്കം കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി. ഇങ്ങോട്ട് പോയാലും വരാൻ നേരം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞടാ ഇങ്ങോട്ട് വാടാ, എന്താ വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡ് വരെ ആയില്ല. ഇന്നലെ നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ വീട്ടിൽ നിന്ന് ഒക്കെ റെഡിയായി സാധനങ്ങളൊക്കെ കയറ്റി ഓൾട്ടോയിലാണ് ഇന്നലെ വന്നത്. നമുക്ക് 2 ട്രോളിയും 3-4 ബാഗും ഇതൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, 3-4 ബാഗും ഇതൊക്കെ ഉണ്ട്. ഇത് ഈ ഓൾട്ടോയിൽ കയറുന്നില്ലട്ടോ, നമ്മളെ വണ്ടി കൊള്ളാവുന്നിടത്തോളം കൊണ്ടുപോയില്ലേ. ഒക്കെ അങ്ങനെയൊക്കെ കൊള്ളിച്ച് ഷാനുവിൻ്റെ ഒരു കമ്പനിക്കാരൻ ബാക്കിൽ, ഷാനു സീനാസാണ് വണ്ടി ഓടിക്കുന്നത്. 2 മക്കൾ എല്ലാവരും കൂടി ഒരു ട്രാവലറിനുള്ള വണ്ടിയിലാട്ടോ എന്നാലും ഒരു 800-ൽ പോകുന്നത്. ഞാൻ ഇറങ്ങിയൊരു പൂനൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, കർത്താവേ ചാവി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കയറി? ചാവിയൊക്കെ വണ്ടിൻ്റെ അകത്തടി. ഇന്നലെ പിന്നെ ഏതൊരു കണ്ണൻ എന്നൊക്കെ പറഞ്ഞ ബസ് കൊടുത്തയച്ച്. അപ്പോൾ ഫോണിൻ്റെ സ്റ്റാൻഡ് അവിടെയാണ്. ഇനി മോന് കഷ്ടകാലം കയ്യിലെത്തുന്നുണ്ട് അതിരിയ ഓൻ പിടിച്ചോനൊരു വയ്യാവും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് മക്കളെ. എനിക്കിതിൻ്റെ ചിരി വന്നു. എൻ്റെ കമ്പനിക്കാരൻ എനിക്ക് മെസ്സേജ് ചെയ്ത, ജെസ്സിയെ അരുണ് പിന്നെ ഹൗസ് വാമിങ്ങിന് കൂടിയില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അരുണിൻ്റെ അച്ഛനോ അമ്മ എങ്ങനെ ഹോസ്പിറ്റലിലാണ്. എൻ്റെ പൊന്നാറ മക്കളെ, അമ്മ കേൾക്കണ്ട, ഓടിച്ചിട്ട് തല്ലു. അരുണിൻ്റെ കമ്പനിക്കാരനാണ് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അവൻ മാത്രമല്ല ഇന്നലെ അവൻ പോയതിന് ശേഷം അവൻ്റെ ഇതുപോലെ കമ്പനിക്കാർ വന്നിട്ട് അവരൊക്കെ നേരിട്ട് അങ്ങോട്ട് എന്നെക്കൊണ്ട് പൊട്ടിനിൽക്കാൻ ഞാൻ എന്താക്കാൻ, എനിക്ക് കൈ വേദന എടുത്തിട്ടൊരു വകക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിള്ളേർ ഈ കസേര ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ഒരു ഹര എനിക്കും കയറി. എന്താണെന്നറിയില്ല, ഞാനും നിരത്താം. ജസ്റ്റിന് പറഞ്ഞ ജസിത്ത കസേര വെക്ക്, നിങ്ങൾക്ക് കൈ സുഖമല്ലാത്ത കൈ വേദന വയ്ക്കുക, അല്ലാത്തനക്ക് ഇങ്ങനെ കൈ കടച്ചിലെടുക്കുക. മക്കളെ, 4 ദിവസം കൊണ്ട് ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്ന ഞാൻ ഒരേ ടൈമിൽ 4-5 ഫോട്ടോസ് ചെയ്ത് അത് ഫ്രെയിം ചെയ്ത് അത് കൊറിയർ ചെയ്ത് ആണിങ്ങനെ. അപ്പം എൻ്റെ എനിമിയായിട്ടുള്ളൊരു അരുണിൻ്റെ ഒരു പെണ്ണുങ്ങളുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞാൽ എനിക്ക് ചിരി വരും. അപ്പോൾ തള്ളച്ചി എന്ന് പറയുന്നത് അമ്മായി എന്നറിയാം. അപ്പം അമ്മായിൻ്റെ ഇപ്പോഴത്തെ ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവളും കൂടി പറഞ്ഞു, ജസ്നക്ക് ഓർഡറില്ല, ജസ്ന ഭയങ്കര വിഷമത്തിലാണ്. ഈ മുണ്ണകളൊക്കെ അറിയാം. ഞാൻ ദിവസം 4 റീലെടുക്കും. അതെന്തിനാന്നുള്ളത് ഞാൻ അവരോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായപ്പോൾ അവരിപ്പുറത്ത് കുറിച്ചു, അവർക്ക് ഓർഡറില്ല. ഇതിന്ന് കിട്ടുന്നത് ചില്ലറ വരുമാനമൊന്നുമല്ല മക്കളെ. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുന്നത് നോക്കണ്ട. നമ്മൾക്ക് പറ്റുന്നൊരു കാര്യം ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആരെയാണ് സഹായിച്ചത്. ഞാനൊരു വീട് വെച്ച വിവരം നിങ്ങളറിയുന്നത് ഇന്നലെ മിനിയാന്നാണ് അല്ലേ? അപ്പം ഇതുപോലും നിങ്ങളെ അറിയിക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഓർക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലും കുറച്ച് ആക്റ്റീവായത്. ഇനി ഞാൻ ആ ഒരു ബുക്ക് കാണിച്ചെന്നില്ലേ,
മോളെ ബുക്കൊന്നുകൂടി എടുത്തേ. അത്രമേൽ ഇത് മോനെ ഈ ഒരു സൈഡ് കാണിക്കണം കേട്ടോ. ഇത് ഗുരുവായൂരിൽ നിന്ന് തന്ത്രി തന്നതാണ്. ഈ ഒരു സൈഡിലേക്ക് കാണിക്കണം കേട്ടോ. അതും ഇതാക്കി പിടിക്കും. ഇത് ആദ്യമേ തന്നെ എഴുതി വെച്ചത് നോക്കൂ. ഹരേ കൃഷ്ണ, ഉമ്മ വപ്പി വീട്. ഞാൻ എഴുതി വെച്ചതാ. അപ്പോൾ 2023 ഇത്. ഇതാ ജനുവരി. ഈ ഭാഗത്തൊക്കെ അവരുടെ നമ്പറാണ്, അതുകൊണ്ട് അതാക്കുന്നത്. 11/2/2025. 1/3/2025 കണ്ടോ. 3 ഫോട്ടോസൊക്കെ കാണും ഒരാൾ ഓർഡർ എടുക്കുന്നത്. ഒക്കെ ഡേറ്റ് ഇടുന്നതാട്ടോ. ഡേറ്റ് ആവശ്യമുണ്ടായിട്ട് പിന്നെയും കുറേ ആൾക്കാരുണ്ടല്ലോ. 4 ഫോട്ടോ ഒരാൾക്കാരെ ഏൽപ്പിക്കുന്നതാണ്. 1/4/2025 10Kൻ്റെ ഫോട്ടോ, 10Kൻ്റെ ഫോട്ടോ, 7Kൻ്റെ ഫോട്ടോ, 3 ഫോട്ടോ. അതിനൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്ത 2 ഫോട്ടോ. ഡേറ്റ് 7 കൊടുത്തത്. ഡേറ്റ് 7-ാം തീയതി കൊടുക്കണം എന്നുള്ളതാണ്. 2 ഫോട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് 1/5/2025, 1/6/2025 10K ഫോട്ടോ. ഇതൊക്കെ കൊടുത്തതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. 10K ഫോട്ടോ അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ തീർക്കാനുള്ളതാണ് കേട്ടോ. അമ്മൻ്റെ മറ്റേ പഴയ ഡയറി കിട്ടാൻ ഒഴിവില്ലല്ലേ. എൻ്റെ മുകളിലല്ലേ. ഇതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 750-ൻ്റെ മേലെ. ഇതിലിപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. തള്ളല്ല എന്നുള്ളത് കാണിക്കാനാണ്. ഇതൊക്കെ വേറൊരു രസം കേൾക്കണോ? അതിനേക്കാട്ടിൽ രസം ഞാൻ കാണിച്ചു തരാം. ഇവിടെ 20 വരെ എണ്ണം ഇട്ടിട്ടുള്ളൂ. 2 എണ്ണം എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ കൂട്ടിയില്ലേ. 24 വരെ 42 വരെ. അവിടുന്ന് അങ്ങോട്ട് 42 വരെ എഴുതി 2, 4, അത് ഞാൻ കൂട്ടിയില്ലേ. പിന്നെ ഇവിടുന്ന് 43 ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടെ 2, 4, 5 എണ്ണം. ഇവിടെ ഒന്നല്ലേ 80. കണ്ടോ? 2 എണ്ണം വിടാം. 4, 6, 8, 9 എണ്ണം വിടാം. ആ 80 ഉണ്ടല്ലോ ഇവിടെ 80, 81 വരുന്നത് വിടുക. ഈ 6 എണ്ണം ഞാൻ കൂട്ടിയില്ല. അങ്ങനെ ഞാൻ എഴുതി വെച്ചതിൽ ഏകദേശം 750ഓളം ഫോട്ടോസാണ് എഴുതി വെച്ചതിൽ. അപ്പം അതിൽ നമ്പർ ഇടാത്തതായിട്ട് ഇതേപോലൊരു 10-50-100 ഫോട്ടോൻ്റെ അടുത്ത് ഓൾറെഡി അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നോട് ഇന്നലെ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചു, പാല് കാച്ചി നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഏകദേശം 750ഓളം ഫോട്ടോസിൻ്റെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഒരു 500 ആളുടെ പരിപാടിയാണ് കഴിച്ചത്. ഈ 750 ആളെ ഞാൻ വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് സാഹചര്യം. ഏതായാലും ഭയങ്കര അധികം ഒരു തമാശ കേട്ടിട്ടാണ് ഇന്നത്തെ ഒരു ഡേ തുടങ്ങിയത്. അരുണ് ഹൗസ് വാമിങ്ങിന് കൂട്ടിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടുന്ന വേണം എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുക. വേറെ ദിവസം ഞാൻ അരുണ് ഷാനു കൂടിയില്ല കേട്ടോ. ഷാനു വൈറ്റാ, സിനി അങ്ങനെ പിടിച്ച് ഓൾമോസ്റ്റ് മാപ്പ കുടുംബത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ എൻ്റെ കളറ്. താത്തയുടെ കളർ ആരിടാന്നില്ല. താത്തക്ക് ഈ അതിൻ്റെ പേരെന്തായെങ്കിലും പോലെ ഇമ്മട്ടേൻ്റെ വയലറ്റിൻ്റെ ലൈറ്റ് വയലറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കളറാണ് ഞാനിട്ടത്. ആ ഒരു കളറ് മക്കൾക്ക് കിട്ടാത്തതുകൊണ്ട് ആ വയലറ്റിലേക്ക് കുറച്ചുകൂടി ഒരു കൂട്ടുന്നൊരു കളർ മോള അരുൺ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം മോളെ ഡ്രസ്സ്. അതേ ഡ്രസ്സാണ് ഏട്ടത്തിൻ്റെ മോള്. അങ്ങനെ കുറച്ച് ആൾക്കാർ അതിട്ട്.
ഇത്താത്തൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇത്താത്ത സ്കൈ ബ്ലൂ എടുത്ത് വാപ്പിൻ്റെ ഷർട്ട് ഉണ്ടല്ലോ ആ ഒരു കളറ്. അപ്പോൾ ഞാൻ ജാമിത ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഒരേ കളറാണ് ഇടുന്നത്, മോൾക്ക് ആ ഒരു കളർ ഇട്ട് കൊടുക്കണം. പക്ഷെ മോൾക്ക് ആ ഒരു കളർ കിട്ടിയില്ല, കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് മോളിട്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും ഒരേവിധ യൂണിഫോമിൻ്റെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഏതായാലും ഉഷാറായിട്ട് കഴിഞ്ഞു. ഞാനും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരും കുഴങ്ങി അങ്ങറ്റത്തെത്തി, കണ്ണൊക്കെ വളരെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകണം, ട്രിപ്പ് പിടിപ്പിക്കണം ഒക്കെയാണ്. ഞാൻ അങ്ങ് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ആകെ ടയേർഡായി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണ് എല്ലാത്തിനുള്ള ഉത്തരമായി എന്ന് വിചാരിക്കുന്നത്. ഇനി എന്തിനോ കൊടുക്കാനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാം, ലൈവ് വരെ എനിക്ക് ഒന്നിനും പറ്റാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എനിമികളെ ചാവാറായി. ടാറ്റാ.